ഹലോ ഹലോ, സെബാസ്റ്റ്യൻ അല്ലേ? അതെ. ശരി. ശ്രീജയെ, മോള് കഴിച്ചു. അമ്മേ, പപ്പ വിളിക്കുന്നു. ഒരു മിനിറ്റ്. മെമ്പറെ, ആ സെബാസ്റ്റ്യ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഞാൻ സേഫ് ആക്കിക്കോളാം. എന്നെ ചായ? അത് അയ്യോ, എന്തു പറ്റി ചായ? മുഖം വല്ലാതിരിക്കുന്നേ? നീ ആ ഡോർ അടയ്ക്ക്. എന്തു പറ്റി? എന്തു പറ്റിയെന്ന് പറ. ശ്രീജയ്, നമുക്ക് പോസിറ്റീവ്. നമ്മുടെ മോൾക്കോ? മോൾക്കില്ല. ഹലോ, സെബാസ്റ്റ്യൻ സാറല്ലേ? അതെ. റെഡിയാണല്ലോ അല്ലേ? ഇല്ല, ഒരു 10 മിനിറ്റ്. ശരി. അവർ പെട്ടെന്ന് റെഡിയാവാൻ. ഇച്ചായൻ എന്തു ഈ പറയുന്നേ? മോളെ തനിച്ചാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടുമില്ല. ഈ അസുഖം എന്താ നിനക്കറിയില്ലേ? എന്ന് വെച്ച് മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടുന്ന് പോവാനോ? ശ്രീജയ്, മോളെ സേഫ് ആക്കാൻ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്ത് സേഫ്? നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ മെമ്പറോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. മോളെ അവര് നോക്കിക്കോളും. ഞാൻ പറയുന്നു, നീ മനസ്സിലാക്ക്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ല. ഇത് പടരുന്ന അസുഖമല്ലേ ശ്രീജയ്? ഞാൻ രവീന്ദ്രന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ശ്രീജയ്, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? മോള് കേട്ടെന്നാ തോന്നുന്നേ. കേൾക്കട്ടെ, എപ്പോഴാണെങ്കിലും അറിയണ്ടല്ലേ. മോളെ, മോളെ, ഞാൻ പപ്പായ്ക്കും മമ്മിക്കും പോസിറ്റീവാ. മോളെ, ഇവിടുന്ന് മാറി നിൽക്ക്. ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. ഇത് പടരുന്ന അസുഖമാ. ഇല്ല, ഞങ്ങൾ പറയുന്നത് കേൾക്ക്. മോളെ, ഞങ്ങൾ തുറക്കാം. അവിടുന്ന് മാറി നിൽക്ക്. ശ്രീജ, നീ എന്താ ഇങ്ങനെ ഒന്നും അറിയാൻ മേലാത്ത പോലെ? ഹെൽത്ത് ചെയ്യുന്ന ആള് വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പോരെങ്കിൽ നമ്മുടെ മെമ്പറും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയല്ലേ പറ്റൂ, അല്ലെങ്കിൽ കൊച്ചിനോട് പടരത്തില്ലേ? നിനക്കെന്താ, നീ എന്താ ഇത് ഗൗരവമായിട്ട് എടുക്കാത്തത്? എനിക്കറിയില്ല. മോളെ, മോൾക്കറിയത്തില്ല ഇത് പടരുന്ന അസുഖമാണെന്ന്. മോൾ അവിടെ ഇരിക്കുന്ന മാസ്ക് എടുത്ത് വെക്ക്. എന്റെ പൊന്നെ, അവിടുന്ന് മാറി നിൽക്ക്. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരും. മോളെ ഹെൽപ്പ് ചെയ്യും, മോളെ കെയർ ചെയ്യും. മോളെ അവിടുന്ന് മാസ്ക് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ പൊന്നല്ലേ, ചെല്ല്. മോളെ, മാറി നിൽക്ക്. മോളെ പറയുന്നത് കേൾക്ക്. മാസ്ക് വെക്കും മോളെ. മാസ്ക് ഒക്കെ അല്ല പറഞ്ഞത്. ഫോൺ എടുത്ത് വെച്ചോ, വിളിക്കാം. അമ്മ, ഞങ്ങൾ ഇറങ്ങി മെമ്പറെ. പറഞ്ഞ പോലെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ശരി.
ബിനോയ്, ഞങ്ങൾ ഇറങ്ങി. വീട് വരെ ഒന്ന് ചെല്ലൂ, മോൾ ഒറ്റയ്ക്ക. അത് വന്ന് കൊറോണ അപ്പാ. ഉള്ളക്കാർ വന്ന് മാസ്ക് നോക്കപ്പാ. വാപ്പാ വാ. അമ്മേ. ആ എന്താ സബാസ്റ്റ്യ? ഞങ്ങൾക്ക് കോവിഡാ. അയ്യോ, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആണോ? എനിക്കും വൈഫിന് മാത്രമേ പ്രശ്നമുള്ളൂ. മോളാണ് വീട്ടിലൊറ്റയ്ക്ക. നീ ഒന്ന് മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. അയ്യോ സബാസ്റ്റ്യ, ഈ അവസ്ഥയിൽ ഞാനെങ്ങനാ? എന്തെങ്കിലും ഒന്ന് ചെയ്യൂ പെട്ടെന്ന്. നമ്മുടെ മോൾ ഒറ്റയ്ക്കാ. പപ്പാ. മോളെ, പപ്പാജി, എന്തു പറ്റി? എനിക്ക് പേടിയാണ്. എനിക്ക് എന്തോ പോലെ തോന്നാ. അമ്മയോടൊന്ന് വിളിക്കാൻ പറയോ? പപ്പാജി, അമ്മയോടൊന്ന് വിളിക്കാൻ പറയോ പ്ലീസ്? ആ സബാസ്റ്റ്യ, മെമ്പറെ, ഇതുവരെ ആരും ചെന്നിട്ടില്ല. സബാസ്റ്റ്യ സമാധാനപ്പെട്. എനിക്കത് പേടിയാവുന്നു. നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മേ, എനിക്ക് അന്നത്തെ പോലെ ഭയങ്കര വയറുവേദനയമ്മേ. പേടിക്കണ്ടടാ, അത് പീരിയഡ്സ് ആവുന്നതിൻ്റെയാ. നമ്മുടെ ബെഡ്റൂമിൽ അലമാരിയിൽ അന്ന് വെച്ചതുപോലെ പാഡ് ഇരിപ്പുണ്ട്. എനിക്ക് നടക്കാൻ വയ്യമ്മേ. അമ്മ മേഴ്സി ആൻറ്റിയെ വിളിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഹലോ മേഴ്സി, ആ ഞാനാ. എന്നാ ശ്രീജയെ? ഇച്ചാനും ഞാനും ഇപ്പോൾ ക്വാറന്റൈനില്ല. ആണോ? വീട്ടില് മോള് തന്നെയുള്ളൂ. മോൾക്കിപ്പോ പീരിയഡ്സുമായി. നീ അവിടെ വരെ ഒന്ന് ചെല്ലാമോ പ്ലീസ്? ഇതൊക്കെ പെൺകുട്ടികള് ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ?
ശ്രീജയ്, ഈ ചായ മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വിളിച്ചിട്ട് മോള് ഫോൺ എടുക്കുന്നില്ല. എടി, അത് ചിലപ്പോൾ മൊബൈലിൻ്റെ ചാർജ് കയറുന്നതായിരിക്കും. നീ ഒന്ന് സമാധാനപ്പെട്. ചേച്ചി ചേച്ചി, മോളുടെ വിവരം വല്ലതും അറിഞ്ഞോ? ഇല്ല. അച്ഛാ, ഫോൺ. നിങ്ങളോ? ഇത് എന്റെ മോളുടെ ഫോണല്ലേ? എന്താ? ആ ചേച്ചി, എന്റെ മോളെവിടെ? ഇതെവിടെ ഈ സ്ഥലം? ഇതെന്റെ വീടാ ചേച്ചി. ഞാനേ ചേച്ചിയുടെ വീടിന്റെ അപ്പുറത്തുള്ള വക്കീൽ സാറിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്നതാ. നേരത്തെ കണ്ടതേ എന്റെ ഭർത്താവിനെയാ. പേടിക്കണ്ട ചേച്ചി, ഞാൻ മോളെ ഇപ്പൊ കാണിക്കാം. എന്റെ മോളെ ഒന്ന് വിളിക്കോ? എനിക്ക് അവളെ ഒന്ന് കാണണം. മോളെ ദേ നോക്കിയ അമ്മ. അമ്മേ, മോളെ ഒന്നും പേടിക്കണ്ട അമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ വിഷമിക്കാതെ, ഈ ആന്റി ഞങ്ങള് പാവാ. ചേട്ടനാ പറഞ്ഞത് വീട്ടിൽ മോളൊറ്റയ്ക്കാന്ന്. ഞങ്ങൾ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നു. അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുക ചേച്ചി. ഇവിടെ വലിയ വൃത്തി വെടിപ്പൊന്നും ഇല്ല കേട്ടോ. വൃത്തി മനസ്സിനല്ലേ വേണ്ടത്? ഞങ്ങൾ നോക്കിക്കൊള്ളാം ചേച്ചി, പൊന്നു പോലെ. ഒരുപാട് നന്ദിയുണ്ട്. ഇതാ മോളെ. ഒരുപാട് വിഷമിച്ചല്ലേ? അല്ലേടാ? ഈ ആന്റി ഞങ്ങളും വന്നത് ഹെൽപ്പായി. ഇവിടെ നല്ല രസം അമ്മേ. ചെല്ലു മോളെ, ആ ഫോണിൽ. ആ, വാടാ കുട്ടാ. ഹായ്, നല്ല കളറ്. ഹായ്, പട്ടം. കണ്ടോ ചേച്ചി ആ സന്തോഷം? അമ്മേ, ഹായ്, പട്ടം പൊക്കട്ടെ, പട്ടം പൊക്കട്ടെ. ഇനി മാളു തനിച്ചല്ല. കൂടെ അപ്പക്കുട്ടനും ജാനകിയും ഹൈദ്രോസുമുണ്ട്.